ഹൈ ട്രാവൽ ചെയ്യാൻ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ആണോ? ലൈക്ക് ഏതെങ്കിലും ആരെങ്കിലൊക്കെ വന്നുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലൊക്കെ വന്നിട്ട് ഹായ് ഹലോ കൂയി സുഖമാണോ ചായ കുടിച്ചോ ചോറിന്നോ ജാടാണോ മിണ്ടൂലെ മോളോസേ എന്നൊക്കെ ചോദിച്ച് കയ്യും കാലും ഇട്ടടിച്ച് ഈണത്തിലെ കരയുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും കുറ്റം പറഞ്ഞാൽ ഞാൻ വലിയ നെളിഞ്ഞ ആളാവില്ല, ഞാനും അവരിൽ പെടുന്ന ഒരാൾ തന്നെ ആയിരിക്കാം. പക്ഷേ ഇതുപോലുള്ള കയപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒക്കെ ഇത് ചില ആളുകൾ മനഃപൂർവ്വം പോയി പെട്ടുപോകുന്നുണ്ട്, അല്ലാത്തതുണ്ട്. ഇപ്പം ഈ ആദില നൂറ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ മഴവിൽ ദമ്പതികളുണ്ടല്ലോ, അവരെക്കുറിച്ച് ഏതായാലും സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പം ആ മഴവിൽ ദമ്പതികൾ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ജംഷീദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ കേസ് ഉണ്ടായിരുന്നല്ലോ, അതിനെതിരെ പുതിയൊരു ഗേൾ രംഗത്ത് വന്നിരിക്കുകയാണ്. സ്നേഹ, ഇറ്റ്സ് മീ സ്നേഹ. അപ്പോൾ ആ ഒരു വകുപ്പിൽ പുതിയ ഒരാളും കൂടെ ഒരു ഗേള് കൂടെ വന്നിരിക്കുകയാണ്. സ്നേഹ എന്നാണ് ഗേളുടെ പേര്. ഈ ഗേളും ഈ പറയുന്ന ജംഷീദൊക്കെ മലപ്പുറത്തുള്ള ആളുകളാണ്. അപ്പോൾ ഏതായാലും ഈ ഗേള് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഈ ജംഷീദ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് എന്നെയും ചെറിയ രീതിയിൽ പറ്റിച്ചു. പക്ഷെ എനിക്ക് ഫൈനാൻഷ്യലിയോ അല്ലെങ്കിൽ ഒരു തരത്തിലും എനിക്കത് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടില്ല. ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഇനിയും അയാള് പല മൈൻഡുള്ള ആളുകളുണ്ടാവില്ല. ഒന്ന് ഇതുപോലെ ഏതെങ്കിലും രീതിയിൽ ഇതുപോലെ വലിയ വലിയ ഓഫറുകളൊക്കെ കൊടുത്തിട്ട് ഭയങ്കര സംഭവമാണെന്നൊക്കെ കാണിച്ചിട്ട് ആ രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ഒരു മൈൻഡ് സെറ്റ് ഉള്ളിലുണ്ടാവും. അതെന്താണെന്നുള്ളത് ഇങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സാധനമൊക്കെ ഉണ്ടാകും. ഇനിയിപ്പം ഇതിപ്പോൾ ഇങ്ങനെ ആരെങ്കിലും പറ്റിക്കാൻ വരുന്നതെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ചൂഷണം ഈ ഗേൾസിനെ ഇനിയിപ്പം ശാരീരികപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ എങ്ങനെ ആക്കാം. പക്ഷേ ഇതുപോലല്ലാത്ത വേറെ കുറച്ച് ടീംസ് ഉണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹായ് ഹലോ മിണ്ടൂല് ചാടാണോ കൂയി എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലൊക്കെ സംസാരിച്ചിരുന്നാൽ മതിയെന്നൊക്കെ വിചാരിച്ച് ഇരിക്കുന്ന കുറച്ച് ടീംസ്, അത് വേറെ ടീമാണ്. വേറെ ആൾക്കാർക്ക് മെസ്സേജ് അയക്കാൻ നല്ല ചാൻസ് ഉണ്ട്. സോ ബി കെയർഫുൾ. എനിക്ക് വന്നിട്ടുള്ള കുറച്ച് മെസ്സേജും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ജംഷീദ് അങ്ങനെ എന്തോ ആണ് ഇവരുടെ അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. ജംഷീദ് എന്ന് പറയുന്ന ആള് എനിക്ക് രണ്ടല്ല കുറച്ച് ദിവസം മുമ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്താ മെസ്സേജ് എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങൾ നോക്കട്ടോ. ഷർഗാവി ട്രേഡേഴ്സ്. അപ്പോൾ ഷർഗാവി ട്രേഡേഴ്സിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഈ ജംഷീദ് എന്ന് പറയുന്ന ആള്. അയാളാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. ട്രാവൽ പാക്കേജിന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനൊരു മെസ്സേജ് കണ്ട് കുറച്ച് കഴിഞ്ഞേരം ഞാൻ എന്ത് ചെയ്തു, തിരിച്ചൊരു റിപ്ലൈ കൊടുത്തു. ഇൻട്രസ്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലൊരു റിപ്ലൈ കൊടുത്തതിന് ശേഷം റിപ്ലൈ കൊടുക്കുമ്പോൾ ഓക്കെ ഇതുപോലെ വലിയ വലിയ ഓഫറുകൾ, അതാണ് വലിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തരം നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കേണ്ടതുണ്ട്. ഇതുപോലെ എന്തെങ്കിലും മിന്നണതൊക്കെ കണ്ട് പൊന്നാന്ന് വിചാരിച്ച് പോകണം. അപ്പോൾ ഈ സ്നേഹൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇതുപോലെ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പോകണം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ കുട്ടി അങ്ങനെ ഒരു സാധനത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതുപോലെ പെട്ടുപോയിട്ട് ഇങ്ങനെ ഇപ്പോൾ എന്താ പറയുക, ആരുടെ അടുത്ത് എന്തെങ്കിലും പറയാൻ പറ്റാത്തൊരു വിഷയമോ അതല്ലെങ്കിൽ ഒരാളുടെ സഹായം കിട്ടാത്തൊരവസ്ഥയിലോ, ഇതിപ്പോൾ എന്താ പറയുക ഒരാൾ ഇപ്പോൾ ഇതുപോലുള്ള ജംഷീദിനെ പോലുള്ള ആരോ ആയിക്കോട്ടെ ഇങ്ങനെ വന്ന് കുടുക്കിയിട്ട് കഴിയുമ്പം ഒരു സ്ത്രീനെ എന്താ പറയണത്, അങ്ങനെ ഒരു പെടൽ ആ സ്ത്രീ പെട്ട് കഴിയുമ്പോൾ ആ സ്ത്രീ ചിന്തിക്കുക, ദൈവമേ ഞാനൊരു സ്ത്രീ ആയിരുന്നല്ലോ എന്നുള്ളത്. അതുവരെ സ്ത്രീൻ്റെ അടുത്ത് ഇനി സ്ത്രീ അല്ല ഞാൻ വേണോ ആലോചിക്കുക ചെയ്യ് എനിക്കത് പറ്റുമെന്നൊക്കെ പറയുമ്പോൾ എന്താ സ്ത്രീകൾക്ക് പറ്റൂലേ എന്നൊക്കെ പറയുന്നത് സമത്വം അതല്ലെങ്കിൽ ഈക്വാലിറ്റിയൊക്കെ പറയുന്ന സ്ത്രീകളുണ്ട്. അത് വേറെ തരം സ്ത്രീകളാണ്. ഇനി ഏതായാലും ജംഷീദ് ഖാൻ്റെ കുറച്ച് അതൊക്കെ ഉണ്ട് കേട്ടോക്കാം. നമ്മൾ ഇൻസ്റ്റയിൽ കുറച്ച് മെസ്സേജ് അയച്ചു. ട്രാവൽ ചെയ്യാൻ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ആണോ? ലൈക്ക് നമ്മളിതൊരു ട്രാവൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ട്രാവൽ കൊളാബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കോൺടാക്ട് ചെയ്യുന്നത്. നമ്മൾ ഓരോ ഡെസ്റ്റിനേഷൻസിൽ പോയിട്ട് അവിടുന്ന് ട്രാവൽ കണ്ടന്റ് ചെയ്ത് അത് നമ്മൾ എന്താ പറയുക ലൈക്ക് റീൽസാക്കി ഇടുന്നതാണ് നമ്മുടെ പ്രൊജക്റ്റ് വരുന്നത്. ഈ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊമോഷൻ ഇക്കാടെ സംസാരം കേട്ടോ, അതിൽ തന്നെ ഉണ്ട് എന്താ പറയുക, ചിലപ്പോൾ ഇക്കാടെ കയ്യിൽ കുറച്ച് പൈസ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഈ എന്താ പറയുക അതും ഓഫർ ചെയ്യുന്ന പൈസൻ്റെ അതിൻ്റെ അളവൊന്നും നോക്കണം കേട്ടോ നിങ്ങൾ. ആയിട്ടുള്ള മെസ്സേജ് അയച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വോയിസ് കോളാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വോയിസ് കോളിൽ എനിക്ക് നെറ്റ് ഇഷ്യൂ കാരണം നമ്മൾ എന്ത് ചെയ്തു, നോർമൽ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾക്ക് സംസാരിച്ചു. എനിക്കത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് ഇതൊന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ കോളിൽ ഇവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ഇത് ഒരു 1 year കോൺട്രാക്റ്റ് ആണ്, അതിൽ 6 lakh വെച്ചിട്ടാണ് ഓരോ ആൾക്കാർക്കും 6 lakh
6 lakh കൊടുക്കാൻ ജംഷിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാവർക്കും വരുന്ന അതും നോക്കണം. ഇങ്ങനെ ട്രിപ്പ് പറഞ്ഞു വെച്ചിട്ട് അതിൽ നിന്ന് ഷോർട്സ് ഒക്കെ ഇട്ട് കട്ട് ചെയ്തെങ്ങാണ്ട് കിട്ടുക, അതും ആദ്യം തന്നെ കൊടുക്കുക. അതും അതുപോലത്തെ കോൺട്രാക്റ്റ് ആയിരിക്കും. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇപ്പം പകുതിക്കെന്ന് വെച്ച് നിർത്തി പോവാം. എന്നാലും 6 lakh. എടാ നായിൻ്റെ മോൻ്റെ ജംഷീദ്, എനിക്കൊക്കെ ഒരു പച്ചപ്പൂവ്, അതിന് മറ്റേ അർത്ഥം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അമ്മാതിരി സാധനമൊക്കെ ഇനി എന്താണെന്ന് പറയുക. ഇതുപോലെ ഇപ്പം ആദില നൂറാന്നൊക്കെ പറയുമ്പോൾ ആ മായാവിലുകളെ കുറിച്ച് പറയാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. ആ ദമ്പതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അതങ്ങനെ എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഈ മഴവില്ല് ടീംസ്, ക്യൂറി കമ്മ്യൂണിറ്റി, അതിൻ്റെ വേറൊരു വശമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അത് ഈ ആദിലാന്ന് പറയുന്ന വ്യക്തികളൊന്നുമല്ല. അപ്പം ഇതുപോലുള്ള ജംഷീദുമാരുടെ കയ്യിലേക്ക് എത്തിപ്പെടുന്ന ജംഷീദിൻ്റെ പല ന്യൂസുകളും ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് പലതും എല്ലാവരും കേൾക്കുന്നതാണ്. അതാണ്, ഇതാണ്, മറച്ചതാണ്, മറ്റതാണെന്നൊക്കെ ഓരോരുത്തർ ഡെയിലി വന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല. എന്നിട്ട് ഇങ്ങനെ കിടന്ന് കൂട്ടക്കരച്ചിൽ കിടത്താനോ ഒറ്റപ്പെടുത്ത് നിന്ന് കരയാനോ അല്ലെങ്കിൽ ആരും കരയാതെ പോയി റൂമിൽ വാതിലടിച്ചിരുന്ന് പുതപ്പിൻ്റെ അടിയിലിരുന്ന് കരയാനൊക്കെ പറ്റുന്ന കുറേ എണ്ണം പൂതനകൾ ഉണ്ട്. ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ ഒത്തിരിയൊക്കെ കേട്ട് വിശ്വസിച്ച് 6 ലക്ഷോ പിന്നെ നോക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണ് മഞ്ഞൾ ചോടി പോകുന്ന ടീമിൻ്റെ അടുത്ത് എന്തോ പറയാൻ കൊടുക്കുന്നത്. ഞങ്ങൾ 3 പേരാണ്. ഒന്ന് ഞാൻ, വേറെ 2 ഇൻഫ്ലുവൻസർ. അപ്പോൾ 1 year കോൺട്രാക്ട്. അതിൽ നമുക്ക് നമ്മൾ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത് അറ്റ് ടൈമാണോ എന്താ അറിയില്ല, ഒരു അഡ്വാൻസ് ആയിട്ട് നമുക്ക് 3 lakh തരും. ഒരു 3 മാസം ഇവർ പറയുന്ന രീതിയിൽ നമ്മൾ ട്രാവൽ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളും ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോൺട്രാക്റ്റിന് ക്വിറ്റ് ചെയ്യാമെന്നാണ്. ഫസ്റ്റ് പോകുന്നത് എങ്ങോട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മണാലിയാണ്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞാൻ ഈ 6 lakh എമൗണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ഇത്രയൊക്കെ വരുമോ അങ്ങനെ ഒരു അല്ല സ്നേഹന്തമോ എന്താണ് അതല്ലെങ്കിൽ ആദ്യം എനിക്കറിയില്ല. ഈ ഇങ്ങനെ അതെന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ചു ഒരു മണാലിയിലേക്ക് ട്രിപ്പ് പറഞ്ഞേക്കാണ്. കോണ്ടാക്ട് ചെയ്യുമ്പോൾ തന്നെ 3 ലക്ഷം ആദ്യം കയ്യിൽ തരും. ഈ 6 ലക്ഷം കൊടുക്കുന്നത് ഇനി ട്രിപ്പൊക്കെ പോയി ആ ചിലവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ വഹിക്കാനാണോ എന്നുള്ളതൊന്നും ഒരു ഡീറ്റെയിലും ഇല്ല. പറയുന്ന ആൾ ജംഷീദ് എന്ന് പറയുന്ന ആൾ മലപ്പുറത്താണ്. അയാൾ ജോലി ചെയ്യുന്നത് കൊച്ചിയിലോ എറണാകുളത്തോടാണ്. പക്ഷേ അയാളുടെ സ്ഥലം സ്വദേശം മലപ്പുറമാണെന്നൊക്കെ പറയും. അവിടെ ഈ നായിൻ്റെ മോനക്കെതിരെന്ന് അവൻ്റെ എന്താണെന്ന് പറയുക. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിപ്പോൾ പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയേൻ്റെ ഒക്കെ കടന്ന് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ തൊള്ളയിലേക്ക് കയറി ചെന്ന് കൊടുക്കുകയാണ്. ഇതിനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പം ഇവിടെ തന്നെ പറയുന്ന കുറച്ച് കാര്യം കൂടി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഫസ്റ്റ് ടൈം ആയിട്ട് വരുന്ന ഒരു ഈ ടൈപ്പ് പ്രൊമോഷനാണ്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു പ്രൊജക്ട് ചെയ്തിട്ടില്ല. എൻ്റെ ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്താ അല്ലെങ്കിൽ മുന്നേ സാധാരണ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവാറ് അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ഇത് ഫേക്ക് ആണോ അല്ലെങ്കിൽ ഇത് ഞാൻ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യണത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് ഫുള്ളായിട്ട് ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു സമയം എത്തിയപ്പോൾ ഞാൻ ട്രസ്റ്റ് ചെയ്തു. അതെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ 3 ആളെ വെച്ചിട്ടാണ് ട്രിപ്പ് പോകാന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ അവരോട് ചോദിച്ചു ബാക്കി 2 ആൾക്കാരുടെ അക്കൗണ്ടും കൂടെ ഒന്ന് നിങ്ങൾ അയച്ചു തന്നു പറഞ്ഞപ്പോൾ അറ്റ് ടൈം ഇവർ അയച്ചു തന്നു. അപ്പോൾ തന്നെ ഇവർ അയച്ചു തന്നിട്ട് ഞാൻ അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് 2ഉം അത്യാവശ്യം ഫേമസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ. ഒരു ജിം റിലേറ്റഡ് ആയിട്ടും നിൽക്കുന്ന ഒരു ചേച്ചിയും അത്യാവശ്യം എന്താ പറയാ ഒന്ന് ഒരു ഇൻഫ്ലുവൻസർ ആണ്, ഡാൻസർ ആണ്. ആൻഡ് ഓൾസോ പക്ക ചേച്ചിമാരാണ് കേട്ടോ. അതുകൊണ്ട് പ്രശ്നമില്ല, ചേച്ചിമാരാണ്. ഈ ചേച്ചിമാരെയും താത്തന്മാരൊക്കെ തന്നെ ആയിരിക്കില്ല മാതിരി മറ്റേ ഒരു പച്ച ഇമാതിരി ആളുകളൊക്കെ നോക്കി നടക്കുക. ഇനിയിപ്പം അതെന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ എന്തായിരിക്കും ഇയാളുടെ ഉദ്ദേശം എന്നുള്ളത് ഈ ആദില എന്ന് പറഞ്ഞാൽ ആ വിഷയം ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് താല്പര്യമില്ല. ഇപ്പം ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുമ്പം ഒന്നെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു പരിപാടിയായിരിക്കും, അതല്ലെങ്കിൽ കുറച്ച് നൈസായിട്ടുള്ള ഗേൾസിനൊക്കെ സംഘടിപ്പിച്ച് അത് സ്വയമായിട്ട് രീതിയിൽ കൈകാര്യം ചെയ്യാനാണോ, ഇനി അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിക്കാണോ, ഞാൻ രീതിയിലൊക്കെ എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ. അപ്പം ഇവിടെ അടുത്ത് തന്നെ വേറൊരു കാര്യം കൂടി, ഒരു ബിസിനസ്സിനെ കുറിച്ചൊക്കെ ജംഷീദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒക്കെ ഫുള്ള് കോമഡി തന്നെയാണ്. ഒരു ഫിലിമിൽ ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ അവര് ജംഷീദ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്കൗണ്ട് നോക്കിയ സമയത്ത് ഓക്കെ കറക്റ്റാണ്. അപ്പൊ ഞാനും ഓക്കെ ഇവര് 2 ആളും ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു ധൈര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു, ജംഷീദ് എന്ന് പറയുന്ന ആളെ ട്രസ്റ്റ് ചെയ്തു. ഇൻസ്റ്റയിൽ അയച്ചപ്പോൾ അവര് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവരുടെ അക്കൗണ്ടിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വാട്സപ്പ് ത്രൂ നമ്മൾ മെസ്സേജ് അയച്ചു, നമ്മൾ സംസാരിച്ചു. മറ്റേ ചേച്ചിനോടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റ ത്രൂ നമ്മൾ സംസാരിച്ചു. അപ്പോൾ എന്നോട് എന്താണ് ജംഷീദ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ കാര്യങ്ങൾ തന്നെയാണ് അവരോട് സംസാരിച്ചത്. പിന്നെ അതിൽ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാലും ഈ ട്രിപ്പ് നമ്മൾ പോവാൻ ഉദ്ദേശിച്ച ഈ മണാലി ട്രിപ്പ് ഇവർ കുറച്ച് മുന്നേ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ജൂൺ ഓർ ജൂലൈയിൽ പോകണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ട്രിപ്പായിരുന്നു. അത് ഒരു പെൺകുട്ടി കാരണം മുടങ്ങി.
അതായത് എന്റെ പകരം നിന്നിട്ടുണ്ടായിരുന്ന ആ പെൺകുട്ടി, ഇവര് രണ്ടാളും ഓൾറെഡി ഉണ്ട്. പെൺകുട്ടി മുങ്ങി എന്നാണ് ജംഷീദ് പറഞ്ഞത്. പക്ഷെ സത്യത്തിൽ ആ പെൺകുട്ടി തടി കൊണ്ട് സലാമത്താക്കിയതായിരിക്കും എനിക്ക് തോന്നുന്നത്. അതാണ് കാരണം ഇത് ചിലപ്പം ജംഷീദ് ഖാൻ്റെ ആ ഒരു തരത്തിലുള്ള വികാര വിചാരങ്ങളൊക്കെ ആ ഒരു ഗേളിൻ്റെ അടുത്ത് പ്രകടിപ്പിച്ച് നോക്കിയപ്പം നൈസായിട്ട് ഗേള് കിട്ടിയതും കൊണ്ട് വട്ടിയായതായിരിക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ജംഷീദ് ഖാ ബാക്കി കൂടി കേൾക്കണം. ജംഷീദ് ഖാകെ ഡൗണായി തളർന്ന് വീണ് പോയത്ര. എന്റെ പകരം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഇവരെന്തോ ക്യാഷിന്റെ ഇഷ്യൂല് 2.5 ലക്ഷം ജംഷീദിന്റെ അടുത്തുനിന്ന് വാങ്ങിയിട്ട് ജംഷീദിനെ പറ്റിച്ചിട്ട് മുങ്ങിക്കളഞ്ഞു എന്നാണ് ജംഷീദ് എന്നോട് പറഞ്ഞിട്ടുണ്ടായത്. അല്ല, ജംഷിക്ക് എങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വെച്ചിട്ടില്ല, പിന്നെ 2.5 ലക്ഷം ആ കുട്ടി കൊണ്ടുപോയെന്ന് വെച്ചാൽ എന്താണ് എൻ്റെ ജംഷിക്ക് അങ്ങക്ക് കടലിൽ നിന്ന് ഒരു സമുദ്രത്തിൽ നിന്നൊരു തുള്ളിയിരുത്തപ്പുറത്ത് കിട്ടുന്ന പോലെ ആവൂലേ. അപ്പം ആ ഒരു സംഭവം വന്നപ്പോൾ ജംഷീദ് ആകെ ഡൗൺ ആയി. അതുകൊണ്ട് ആ ട്രിപ്പ് കുറച്ചിങ്ങനെ ലാഗായി വന്ന് ഇത്രയും ഡിലേ ആയിട്ട് നിന്നു. ഈ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ്. അങ്ങനെ ഒരു മൂന്നാമതൊരാൾക്ക് വേണ്ടിയിട്ട് അവർ സെർച്ച് ചെയ്തപ്പോഴാണ് എന്നെ കിട്ടിയത്. എന്നെയും അതുപോലെ ഇംഗ്ലീഷ് കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അതിലൊരു കുട്ടീനെയും കൂടെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ 2 ആൾക്കാരെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് മെസ്സേജ് അയച്ചത് എനിക്കാണ്. എനിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ അവര് മറ്റുള്ള ആൾക്കാരെ നോക്കും. ആ ഒരു രീതിയിലാണ് എന്നോട് പറഞ്ഞത്. എടാ, ഇങ്ങനെയുള്ള സംസാരമൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇത്തിരി വിവേക ബുദ്ധിക്കുള്ള ആളുകൾക്ക് കാര്യം മനസ്സിലാവില്ലേ. ഓനെ പറ്റിച്ചിട്ടാരോ 2.5 ലക്ഷം കൊണ്ട് മുങ്ങി എന്നൊക്കെ പറഞ്ഞു അതോടെ തളർന്നിരിക്കുകയാണല്ലോ. പിന്നെ ആർക്കും ഈ ലക്ഷങ്ങളൊന്നും മുടക്കിയിട്ടാരെങ്കിലും ഇവനെ കണ്ടല്ലോ, അവൻ്റെ മുട്ടുംകാലൊക്കെ അടിച്ച് പൊളിച്ച് പല്ലൊക്കെ ത്രോട്ടുമ്പോൾ ഇങ്ങനെ തോയിച്ചും കണ്ട് കോട്ടി തട്ടണ മാതിരി തട്ടി കളിക്കണം അവൻ്റെ പല്ലൊക്കെ. അപ്പോൾ അതൊക്കെ പഠിക്കുമല്ലോടാ, എന്തും ചെയ്യാം, നമുക്ക് ആരും നോക്കേണ്ടതില്ലല്ലോ, എന്തും അങ്ങോട്ടാവാം. ഇനി ഏത് ഗേൾസാ ഓളെ നാളെ ലക്ഷങ്ങൾ കൊടുത്ത് നമുക്ക് വളച്ച് കളയാം, അതല്ലെങ്കിൽ ലക്ഷങ്ങളെ കാട്ടി അവളുടെ കണ്ണ് നമുക്ക് മഞ്ഞൾപ്പിച്ച് കളയാം. ഇങ്ങനെയൊക്കെ വിചാരിച്ചെടുക്കുന്ന മാതിരി അണ്ടി മാത്രം കൊലച്ച് നടക്കുന്ന മാതിരി ആളുകളൊക്കെ വിശ്വസിച്ച് പോണ അവരെ പറഞ്ഞാൽ മതി, വേറെ ആരും കൂടെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ 2 ആൾക്കാരും ഉണ്ടല്ലോ, ഇവര് കുറച്ച് മുന്നേ സംസാരിച്ച് സെറ്റാക്കിയതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു സമയത്ത് ഞാൻ സത്യം പറഞ്ഞ് ഞാൻ ഇവരുടെ ട്രസ്റ്റ് ചെയ്തു. പിന്നെ എന്നോട് ജംഷീദാണെങ്കിലും ആ 2 ആൾക്കാരിൽ ഒരു ചേച്ചി പറഞ്ഞു, എടാ ഞാൻ തിങ്കളാഴ്ച കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ പോവാണ്, ബാക്കി പറഞ്ഞ ഡീറ്റെയിൽസൊക്കെ ഞാൻ നിന്നെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് നിന്നു. നമ്മൾ നല്ലപോലെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് നിന്നു. അങ്ങനെ നിന്ന സമയത്താണ് ഞാൻ കുറച്ച് ആദിൽ നൂറ എന്ന് പറയുന്ന ആൾക്കാരുടെ, നിങ്ങൾക്ക് അറിയാമല്ലോ കപ്പിൾസ് ആണ്, അവരുടെ ജംഷീദായിട്ടുള്ള കുറച്ച് ഈ തട്ടിപ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവരതിൽ പറയുന്നുണ്ട്. ആൻഡ് ഒരു കപ്പിൾസിന്റെ അടുത്ത് നിന്ന് ഇതേമാതിരി ഹണിമൂൺ ആദില നൂറ കപ്പിൾസ് ആണെന്ന് പറയുമ്പോൾ ഇവരെങ്ങനെയാണ് എനിക്കറിയില്ല, കോൽക്കളി കളിക്കുകയാണ് അവർ ചെയ്യാൻ. കപ്പിൾസ് അങ്ങനത്തെ മൈൻഡ് ചെയ്ത് എന്താ പറയുക, ഇത് തെങ്ങ് കാണുമ്പോൾ കവുങ്ങാണെന്നൊക്കെ പറയണം മൈൻഡൊന്ന് വെച്ച് നടന്നിട്ട് അതെന്നാണ് സ്നേഹം. ഇങ്ങനെയൊക്കെ ഒരു ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ആരെ പറയാം. പാക്കേജ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്യാഷ് തട്ടിയെടുത്തിട്ട് ഇപ്പോൾ ആള് മുങ്ങിയിരിക്കുകയാണ് എന്നൊക്കെയാണ് അവർ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അതിനൊക്കെ ശേഷമാണ് എന്നെ അവർ കോണ്ടാക്ട് ചെയ്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിലവിൽ നിൽക്കുന്ന സമയത്തും അയാൾ വീണ്ടും മറ്റൊരാളെ കോണ്ടാക്ട് ചെയ്തിട്ട് വീണ്ടും ഈ ട്രാപ്പിലേക്ക് ഇടുകയാണ്. അപ്പൊ അയാളെ മൈൻഡ് സെറ്റ് നിങ്ങളൊന്ന് ആലോചിക്കുക. അവൻ്റെ മൈൻഡ് സെറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ചിലപ്പം ശരീരത്തു നിന്ന് ഈ രോമം മുടി അല്ലെങ്കിൽ ഈ സാധനങ്ങളും എവിടെയുള്ളതാണെങ്കിലും തൊഴിഞ്ഞു പോകുമ്പോൾ അത് മുളയ്ക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാകും ചില ആളുകൾക്ക്. അതുപോലെയാണ് ഇങ്ങനത്തെ മാറ്ററുകളൊക്കെ ഇങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അയാളുടെ മൈൻഡ് സെറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറഞ്ഞിരുന്ന് ഇങ്ങനെ ഒരു തരം രോദനോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രഹസനങ്ങളൊന്നും കാണിച്ചിട്ട് ഒരു കാര്യമില്ല. സ്നേഹം ഇനിയിപ്പോൾ സ്നേഹമാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതും കുറച്ച് മിന്നണ കളറിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഇപ്പോഴത്തെ ഗേൾസിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെ ആയിരിക്കും അറിയില്ല. മുമ്പ് അങ്ങനെയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് അട്ടി കാണിച്ചോലൊക്കെ അങ്ങനെ 6 ലക്ഷമോ കണ്ണങ്ങട്ട് മഞ്ഞളിച്ച് തുള്ളിച്ചാടി ഊഞ്ഞാലാടുകയാണോ ഞാൻ എന്നൊക്കെ തോന്നിപ്പോണ ആ ഒരു രീതിയിൽ അതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം ഈ ഒരു വിഷയത്തിനുള്ളിൽ തന്നെ ഇപ്പം ഇങ്ങനെ ഇപ്പോൾ സ്നേഹമാണെങ്കിലും ആ പറയുന്ന മയവിൽ ദമ്പതികളാണെങ്കിലും അതല്ലെങ്കിൽ ഇതിനു മുമ്പ് വേറെ സാധനം കൂടി ഞാൻ കണ്ടിട്ടുണ്ട്. അത് വേറെ രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ജിഹാദ് മറ്റേത് അൽ വലാഹ് ജിഹാദ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു സാധനമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു റിയാക്റ്റും കൂടി ചെയ്യണമെന്ന് എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കവെ തന്നെ ഇത് ഈ രീതിയിലുള്ള ആളുടെ കയ്യിലേക്കൊക്കെ എത്രത്തോളം ഏതൊക്കെ രീതിയിൽ ഗേൾസ് പോയി പെട്ടിട്ടുണ്ടാവും. പുറത്തൊരാളെ അടുത്ത് ഏതെങ്കിലും രീതിയിൽ ഒരാളെടുത്ത് സഹായം അല്ലെങ്കിൽ എൻ്റെ ഈ ഇങ്ങനെയുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു കുടുക്കിലാണ്
എന്നുള്ളതൊന്നും ഒരാളെടുത്ത് പറയാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുന്ന സ്ത്രീകൾ വരെ ഉണ്ടാവുമോ. ഇത് ഇവൻ്റെ അടുത്ത് നല്ലതാ ഒരുപാട്. അപ്പം അതുകൊണ്ട് ബോധം വെക്കേണ്ട ആളുകൾക്ക് ഇത് ഉദിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരെ പറഞ്ഞിട്ടോ എന്ത് പറഞ്ഞിട്ടോ കൂട്ടക്കരച്ചിൽ അടഞ്ഞിട്ടോ ഒറ്റപ്പെട്ട് കരഞ്ഞ് നടന്നിട്ടോ ഒരു കാര്യമില്ല.